പുരാനേ. ഈ പാട്ട് കേട്ടപ്പോൾ ശരിക്കും ഒരു ഫിയറി ക്രൈ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിലോട്ട് വരണേ, തിയേറ്ററിൽ തന്നെ വന്ന് കാണണേ. നമസ്കാരം, അമൃതാണ്. ലൈക്ക പ്രൊഡക്ഷൻസ്. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. നല്ല ഡയലോഗ്. ഇട്ടിവെട്ട് ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഈ ഒരു പോർഷൻസിൻ്റെ ഒരു കളറിങ് ആയിരിക്കാം, പക്ഷെ KGF മോഡലല്ലല്ലോ. ഇനി എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഭയങ്കര ഇങ്ങനെ ട്യൂബ് ലൈറ്റ് ഇട്ട് കണക്കുള്ളൊരു ലൈറ്റാണ്. എല്ലാം വെപ്പൺ കറങ്ങുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം ആംസ് ഡീലറാണല്ലോ ലാലേട്ടൻ. ഈ ക്രൈ ആണ് ഞാൻ പറഞ്ഞ ഒരു ഫിയറി ക്രൈ ഓഫ് ദ തിയേറ്റേഴ്സ്. ശരിക്കും ഈ സിനിമയുടെ ക്രൈ ആയിട്ടല്ല, തിയേറ്റേഴ്സിൻ്റെ ഒരു ഫിയറി ക്രൈ ആണ്. കാരണം ആളുകൾ തിയേറ്ററിൽ വന്നങ്ങനെ ക്രൗഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. ഈവൻ ഞാൻ പോലും ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോ ഫാൻ ഷോ തന്നെ കാണണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഫാൻ ഷോ ഒരു 6 AM ഷോസ് ഒന്നും എങ്ങും കണ്ടില്ല. ട്രിവാൻഡ്രം തിയേറ്റേഴ്സിലൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ആറ്റിങ്ങിൽ ഒരു തിയേറ്ററിൽ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ വർക്കലയിൽ ഒരു തിയേറ്റേഴ്സും കണ്ടില്ല. കാരച്ചിൽ തന്നെ സ്റ്റീഫൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സ്റ്റീഫൻ കം ബാക്ക്, സേവ് യുവർ ലാൻഡ്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. കറണ്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ സെനാരിയോനെ എടുത്തിട്ട് ഒടുക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം അത് മുരളി ഗോപി എന്ന റൈറ്റർ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു കളർ ടോണൊക്കെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ റീസെൻ്റായിട്ട് വന്ന ശങ്കറിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ, ഗെയിം ചേഞ്ചർ, അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെയാണ്. പക്ഷേ ഇത് അനോമോർഫിക് ആയതുകൊണ്ട് തന്നെ വളരെ ഒരു വൈഡാണ്, ബട്ട് കട്ട് മുകളും താഴെയും കുറേ കട്ടായി പോകുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തിയേറ്റർ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ഉണരാൻ പോവുകയാണ്. ഞാൻ പറയാൻ കാരണം റീസെൻ്റായിട്ട് പല സിനിമകളും ഞാൻ സെലക്ട് ചെയ്ത് നല്ല സിനിമകൾ ആണെന്ന് എനിക്കൊരു ബോധ്യം വരുന്നത് ഞാൻ പോയി കാണാറുണ്ട്. പക്ഷേ ഈ കാണാൻ പോകുമ്പോഴൊക്കെ ഉള്ള തിയേറ്ററിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പല അവസരങ്ങളിലും ഫസ്റ്റ് ഡേ 6 മണിക്കത്തെ ഷോ തന്നെ 5 പേര് തികച്ചില്ലാത്തതുകൊണ്ട് ഷോ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ചിന്താഗതി, അത് മേ ബി ഫൈനാൻഷ്യൽ ഞെരുക്കങ്ങളൊക്കെ കൊണ്ടാവാം, പല പല ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ത്രൂ ഔട്ട് ദേ ആർ എൻഗേജ്ഡ് വിത്ത് ഇൻ ദെയർ പാംസ്. അപ്പോൾ കൈകളിൽ തന്നെ അത്രയും എൻ്റർടൈനിങ് വാല്യൂ ഉള്ള സാധനങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് റീൽസായിട്ടും സ്റ്റോറീസുമായിട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 3 hours കളയുന്നതും പൈസ സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ആളുകൾ വളരെ വൈസ്ലി ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ സിനിമാ പ്രതിസന്ധി